ആദ്യത്തെ സിനിമ നായകനാവുകയും അതെ അതെ അത് ഹിറ്റാവുകയും ചെയ്തിട്ട് പിന്നീട് ആ ഒരു ഇതിലേക്ക് അല്ല അത് കഴിഞ്ഞിട്ട് അമ്പിളിച്ചേട്ടൻ്റെ ഒരു പടത്തിൽ എന്നെ വിളിച്ചു അന്നക്കുട്ടി കോടമ്പളി. സത്യത്തിൽ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അമ്പിളിച്ചേട്ടൻ ഡയറക്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞതിൻ്റെ പേര് മാത്രമാണ് ഞാൻ പോയത്. അങ്ങനെയുള്ള പടങ്ങളൊന്നും ഞാൻ തിരഞ്ഞെടുക്കാൻ പാടില്ലായിരുന്നു. അത് പിന്നീട് അമ്പിളിച്ചേട്ടൻ എൻ്റെ അടുത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്, എടുക്കരുത് അനിയാ നീ എന്തിനു ചെയ്തത്, നീ ആ സമയത്ത് അത് ചെയ്തില്ലായിരുന്നെങ്കിൽ നീ വേറെ പടം അന്തസ്സായിട്ട് ചെയ്തില്ല, അതിപ്പോൾ വേറൊരു മോൻ സുഖമായിട്ട് ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് സിനിമ. ആദ്യം സിനിമയുടെ ഉള്ളു പഠിക്കും ഇന്ന് അങ്ങനെ തന്നെ എന്നോട് പറഞ്ഞു. എനിക്ക് ആ കാലത്ത് ഒരുപാട് അഡ്വാൻസ് കിട്ടി. പ്രമുഖ സംവിധായകർ എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് പലരും അഡ്വാൻസ് തന്നത്. അഡ്വാൻസ് തന്നിട്ട് അഡ്വാൻസ് വാങ്ങിച്ച് വേറെ ഒരു ഡയറക്ടർ ഇപ്പം സത്യേട്ടൻ വിളിച്ചെന്ന് വെച്ചോ, ഉദാഹരണം പറയും, സത്യത്തേക്കാട് വിളിക്കുന്നു, അല്ലെങ്കിൽ സിബി മലയാളി സാർ വിളിക്കുന്ന സമയത്ത് എനിക്ക് എൻഗേജഡ് ആണ് ഇവിടെ. ഓൾറെഡി അഡ്വാൻസ് മേടിച്ചു. നടക്കണമെന്നില്ലല്ലേ? അത് നടക്കില്ലല്ലോ. അതായിരുന്നു പ്ലാൻ, അതായിരുന്നു അതിനകത്തുള്ള ഒരു കളി. അതായത് ഞാൻ എന്നെ എൻഗേജഡ് ആക്കുക, അപ്പോഴത്തേക്ക് അയാളെ എന്ന് പറയാം. നിലനിൽപ്പിന്റെ വെറും അഡ്വാൻസ് തീരുകയും ചെയ്യും. അവര് വിളിച്ച് നമ്മളെ മറ്റേ പടത്തിന് തുടങ്ങുന്നതിന് ഈ പടം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇപ്പൊ സത്യേട്ടൻ വിളിച്ചൊരു പടം അല്ലെങ്കിൽ ഇദ്ദേഹം വിളിച്ചൊരു പടം അത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു, തുടങ്ങിക്കഴിഞ്ഞു. ആയി കഴിയുമ്പോഴത്തേക്ക് നമ്മളെ വിളിച്ചു പറയും, ചേട്ടാ നമ്മുടെ മറ്റേ സംഭവത്തിനെ ചെറിയൊരു മാറ്റമുണ്ട്, അത് മറ്റേ ക്യാമറമാൻ അല്ലെങ്കിൽ നായിക ഇങ്ങനൊരു സംഭവത്തിലേക്ക് വന്നപ്പോഴത്തേക്ക് നമ്മൾ ഒരു മാസത്തേക്ക് നമ്മളൊന്ന് തള്ളിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അവർ ഈ വഴി കാണൂല. ഞാൻ ചോദിക്കുന്നത് ഉത്തരം പറഞ്ഞില്ലേലും കുഴപ്പമില്ല, എങ്കിലും ഞാൻ ചോദിക്കുവാണ്, ഇത് ആരായി മനഃപൂർവ്വം ഇങ്ങനെ വെട്ടിയിരുന്നെന്ന് വല്ലതും പറയാൻ പറ്റുമോ? അങ്ങനെ പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ആ കാലഘട്ടത്തിൽ സമാനമായി നമ്മുടെ കൂടെ നിന്നിട്ടുള്ള പലരും ആവാം, ഒരാളെന്നുള്ള രീതിയിലല്ല, പലരും ആവാം. പക്ഷെ പിന്നീട് തിരിച്ചറിഞ്ഞു ഇതൊക്കെ ഒരു ചതിയും വഞ്ചനയാണ്. അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അവരോട് തുറന്നു സ്വഭാവം വെച്ച് അവരോട് എടാ തുറന്നു പറഞ്ഞ നീ നിനക്കിട്ട് പണ്ടത് എനിക്ക് മനസ്സിലായെന്ന് പറയേണ്ടതാണല്ലോ. അതില്ല, ഞാൻ ഇപ്പൊ ഹാപ്പി അല്ലേ എന്ന് ചോദിച്ചിട്ടില്ല. ഞാൻ വേറെ ഒന്നും ചോദിച്ചിട്ടില്ല. ഞാൻ ആ കമലിന്റെ അടുത്ത് ചെന്നിട്ട് വില്ലൻ വേഷങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന സമയങ്ങളിൽ ഈ പറഞ്ഞ നമ്മുടെ നായകന്മാർ, അതിനകത്ത് നായകനും ഞാനൊരു വില്ലനും ആകുന്ന സമയത്ത് സായിയാണ് വില്ലൻ. ഞാൻ പറഞ്ഞു ഇപ്പൊ ഇല്ലേ